ഇന്ത്യയിലൊരു ട്രെയിൻ യാത്രയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ട്രെയിൻ റൂട്ടുകളിലൊന്ന്, ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ റൂട്ടുകളിലൊന്ന്, ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ പാലത്തിലൂടെ കടന്നുപോയി, ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്കങ്ങളിലൊന്നിലൂടെ കടന്നുപോയി നമ്മൾ എത്തിച്ചേരുന്നത് ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്ന കശ്മീരിലേക്കാണ്. ഇത് കട്രയിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത് യാത്ര. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കശ്മീരിലേക്ക് യാത്ര ചെയ്യണം, കശ്മീർ കാണണം എന്നുള്ളത് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ആ യാത്രയുടെ തുടക്കം ഇന്ന് കട്രയിൽ നിന്നാണ്. ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്യാൻ തുടങ്ങിയ കാലത്ത് ഈ ഒരു ട്രെയിൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഈ ഒരു ട്രെയിൻ റൂട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമുക്ക് കശ്മീരിലേക്ക് പോകാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ ഒരു ട്രെയിൻ. നമ്മുടെ ട്രെയിൻ കട്രയിൽ നിന്നെടുത്ത് ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന കശ്മീരിലേക്കുള്ള യാത്ര തുടങ്ങി. ഈ കട്ര റെയിൽവേ സ്റ്റേഷന്റെ ശരിക്കുമുള്ള പേര് ശ്രീ മാതാ വൈഷ്ണോ ദേവി കട്ര എന്നാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ശ്രീ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രം. ആ കാണുന്ന മലകൾ കണ്ടോ, അതാണ് ത്രികുട്ട. അതിന്റെ മുകളിലായിട്ടാണ് ആ ക്ഷേത്രം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം തീർത്ഥാടകർ വരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന വന്ദേ ഭാരതിൽ 2 ടൈപ്പ് കോച്ചസ് ആണ് ഉള്ളത്. ഒന്ന് AC ചെയർകാറും ഒന്ന് AC എക്സിക്യൂട്ടീവ് ചെയർകാറും. ബ്ലൂ കളറിൽ സീറ്റ് ഉള്ളത് AC ചെയർകാറിൻ്റെയാണ്. പിന്നെ റെഡ് കളറിൽ സീറ്റ് AC എക്സിക്യൂട്ടീവ് ചെയർകാറിലെയാണ്. ഞങ്ങൾ 6 പേരുടെ ടിക്കറ്റ് AC ചെയർകാറിലും ഒരാളുടെ ടിക്കറ്റ് AC എക്സിക്യൂട്ടീവ് ചെയർകാറിലുമായിരുന്നു. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ബ്രിഡ്ജാണ് അഞ്ചിഘഡ് ബ്രിഡ്ജ്. ഇത് ഇന്ത്യയിലെ ഫസ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ്. ഇത് 96 കേബിളിലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ താഴെ കാണുന്നത് അഞ്ചി റിവറാണ്. അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കിട്ടുന്നത്. കട്ര സ്റ്റേഷന്റെയും റിയാസി സ്റ്റേഷന്റെയും ഇടയ്ക്കായിട്ടാണ് ഈ ബ്രിഡ്ജ് വരുന്നത്. കട്രയിൽ നിന്ന് ശ്രീനഗറിലേക്ക് രാവിലെയും ഉച്ചയ്ക്കും ട്രെയിൻ ഉണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് രാവിലെ 8:10 വന്ദേ ഭാരതിനായിരുന്നു. നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത് 26401. ഈ ഒരു വന്ദേ ഭാരത് യാത്ര ഭയങ്കര കാമാണ്. ശരിക്കും ഒരു പ്ലെയിനിലിരിക്കുന്ന പോലെയൊക്കെയാണ് ആദ്യം തോന്നിയത്. പുറത്തുനിന്നുള്ള സൗണ്ടൊന്നും അങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പക്ഷെ ഇതിന് മുമ്പുള്ള കുറച്ച് മൊമെന്റ്സ്, ഈ യാത്ര തുടങ്ങുന്നതിനെക്കാട്ടും മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് കയോട്ടിക് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായി. നമുക്ക് ഈ കട്ര സ്റ്റേഷനിലേക്ക് ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ 2 ലെവൽ ഓഫ് ചെക്കിംഗ് ഉണ്ട്. ആദ്യം നമ്മൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലെയും പോലെ നോർമൽ ആയിട്ടൊരു ചെക്കിംഗ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ വന്ദേ ഭാരത് ഉള്ള പ്ലാറ്റ്ഫോമിലേക്ക് കടക്കണമെങ്കിൽ ശരിക്കും എയർപോർട്ടിലെ പോലെ വീണ്ടും ഒരു ചെക്കിംഗ് ഉണ്ട്. നമ്മുടെ ടിക്കറ്റൊക്കെ കാണിച്ച് നമ്മുടെ ബാഗ് വീണ്ടും ഈ എക്സ്റേ മെഷീനിലൂടെ കടത്തി വിടണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ വന്ദേ ഭാരത് ഉള്ള പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് മുൻപെങ്കിലും നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ശ്രമിക്കണം. പിന്നെ അധികം ലഗേജൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വിൻ്ററിലാണ് ട്രാവൽ ചെയ്തത്. എല്ലാവരുടെയും കയ്യിലും നല്ല ലഗേജ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ട്രെയിനിൽ കയറുന്നതും അധികം ടൂറിസ്റ്റുകളാണ്. എല്ലാവരും 3-4 ദിവസമൊക്കെ ശ്രീനഗറിൽ നിൽക്കാൻ പോകുന്നവർ തന്നെയാണ്. അപ്പം എല്ലാവരുടെയും കയ്യിൽ ലഗേജ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം കയറി ലഗേജ് മുകളിൽ വെക്കണം. താഴെയൊന്നും വെക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല. എനിക്ക് ഈ ഒരു വീഡിയോയിൽ എത്ര ഭംഗിയുള്ള കാഴ്ചയാണ്, എത്ര ഭംഗിയുള്ള സ്ഥലമാണ്, ഇത് തന്നെ പറയാനേ നേരം ഉണ്ടാവുള്ളൂ. കാരണം എല്ലാം അത്രയ്ക്കും ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. ഈ ഒരു മൗണ്ടൻ കണ്ടില്ലേ? ഇപ്പം നമ്മുടെ ട്രെയിൻ വളരെ സ്ലോ ആയി മൂവ് ചെയ്യുന്നല്ലേ തോന്നുന്നില്ലേ? പക്ഷെ ഇതൊരു ഇല്യൂഷനാണ്. അത്യാവശ്യം സ്പീഡിലാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. ആ മൗണ്ടൈന് അത്ര വലിപ്പമുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതാണ്.
ഇത് കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ ഒരു ടണലിലേക്ക് കയറും. ആ ടണലിലേക്ക് കയറുന്നതിന് മുമ്പ് ആ വ്യൂ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രെയിനിന്റെ സ്പീഡ് ശരിക്കും മനസ്സിലാവും. കട്രയിൽ നിന്ന് ബനിഹാൽ വരെ നല്ലൊരു സമയം നമ്മൾ ടണലിലൂടെയാണ് പോകുന്നത്. ഏകദേശം 30 ടണലിനടുത്തുണ്ട് ഈ റൂട്ടില്. ടണലിന്റെ ഉള്ളിൽ കയറിയാൽ നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ലൈറ്റ് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇതിന്റെ ബ്രില്യൻസ് കിടക്കുന്നത് ഈ ട്രെയിനിന്റെ പുറത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മലകൾ കയറി മുറിച്ചാണ് ഈ ടണൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ചില ടണലൊക്കെ കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ റൂട്ടിലൊരു ടണൽ ഏകദേശം 12 കിലോമീറ്ററിന് അടുത്തുണ്ട്. ശരിക്കും ഈ റൂട്ട് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മാർവൽ തന്നെ. ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന സ്റ്റേഷനാണ് ബക്കൽ. ബക്കൽ കഴിഞ്ഞ് ഉടനെ തന്നെ ചെനാബ് പാലം എത്തും. ഞങ്ങൾ രണ്ടുപേരും 2 സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെനാബ് ബ്രിഡ്ജിന്റെ 2 സൈഡിലും വ്യൂ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പം വലതുവശത്താണ് ഇതിന്റെ നല്ലൊരു വ്യൂ കിട്ടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ ബ്രിഡ്ജിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്, ചെനാബ് ബ്രിഡ്ജ്. താഴെയുള്ള വ്യൂ ഒക്കെ ഒന്ന് നോക്കിയേ. നമ്മൾ സഞ്ചരിക്കുന്നത് മേഘങ്ങൾക്ക് മുകളിലാണെന്ന് തോന്നുന്നില്ലേ? ശരിക്കും അത് കോടമഞ്ഞാണേ, ചെനാബ് നദിയുടെ മുകളിലായിട്ടുള്ള കോടമഞ്ഞ്. പക്ഷെ മേഘങ്ങൾക്ക് മുകളിലായിട്ട് യാത്ര ചെയ്യുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഈ ഒരു വ്യൂ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പാലത്തിന്റെ മുകളിലൂടെ പോകുന്നത് കൊണ്ട് നമുക്ക് പാലം കാണാൻ പറ്റില്ല. ഇതിന്റെ ഒരു ഹൈറ്റ് ചെനാബ് നദിയിൽ നിന്ന് 359 മീറ്റർ ആണ്. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് നോക്കിയാലേ ഈ ബ്രിഡ്ജിന്റെ ഒരു ഭംഗിയും അതിന്റെ ഒരു ഭീകരതയൊക്കെ മനസ്സിലാവുള്ളൂ. ഇത് നമുക്ക് ഇടതുവശത്ത് നിന്ന് കിട്ടുന്ന വ്യൂ ആണ്. വലതുവശത്തെ വ്യൂ ഇങ്ങനെ പരന്നു കിടക്കുന്നതായിട്ട് തോന്നുന്നതുകൊണ്ട് ഈ വ്യൂ നമുക്ക് കുറച്ച് ലിമിറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ട്രെയിനിൽ നമ്മൾ കയറി ഒന്ന് സെറ്റിലായി കഴിയുമ്പം ക്രൂ നമുക്ക് ഒരു ന്യൂസ് പേപ്പറും ഒരു ബോട്ടിൽ വെള്ളവും തരും. പിന്നെ കുറച്ച് കഴിയുമ്പം എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് സീരിയൽസും ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ കിട്ടും. പിന്നെ 2 ക്ലാസ്സിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് 2 ഓപ്ഷൻസ് ആയിരുന്നു. ഒന്നിൽ പൂരിയും കടലക്കറിയും സൂചി ഹലുവയും, പിന്നെ പോഹയും വെജ് കട്ട്ലേറ്റും. ഈ ട്രെയിനിൽ പിന്നെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു ജേണി ഭയങ്കര രസമാണ്. നമ്മളങ്ങനെ നല്ലൊരു വ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ട്രെയിൻ പെട്ടെന്ന് ടണലിലേക്ക് കയറുന്നത്. പിന്നെ കുറച്ച് നേരത്തേക്ക് ഒന്നും കാണാനുണ്ടാവില്ല. ആ വ്യൂ ബ്ലോക്ക് ആകുമ്പം നമുക്കൊരു സുഖമില്ലായ്മയൊക്കെ തോന്നും. പക്ഷെ പിന്നെ ആ ടണൽ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കാഴ്ച
നമ്മൾ ശരിക്കും വേറൊരു ലോകത്ത് എത്തിയ പോലെയാണ്. ഈ ഒരു വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അനുഭവിച്ചതും കണ്ടതുമായിട്ടുള്ളതെല്ലാം എനിക്ക് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ജേർണിയിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ അതൊരിക്കലും ഒരാൾക്കും മറ്റൊരാളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അത് നിങ്ങളിവിടെ സ്വയം വന്ന് അനുഭവിക്കണം. നമ്മുടെ വന്ദേ ഭാരതിൽ കട്ര ടു ശ്രീനഗർ റൂട്ടിൽ ആകെ ഒരു സ്റ്റോപ്പേ ഉള്ളൂ. അത് ബനിഹാലാണ്. ബനിഹാൽ ഇതിനു മുമ്പ് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. കാരണം ബനിഹാലിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഇതിനു മുമ്പും ട്രെയിൻ ഉണ്ടായിരുന്നു. ലോക്കൽ ട്രെയിൻ ഡെമു ആണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന ട്രാക്കിലൂടെ ആ ഡെമു ട്രെയിൻ പോകുന്നത്. ഇതിനു മുമ്പൊക്കെ നിങ്ങൾക്ക് ബനിഹാൽ വരെ വരണമെന്നുണ്ടെങ്കിൽ റോഡ് മാർഗം വേണം വരാൻ. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ജേർണിയാണ്. ജമ്മുവിൽ നിന്നോ അല്ലെങ്കിൽ കട്ടറിൽ നിന്നോ റോഡ് മാർഗം ഇവിടെ എത്തണം. ഇപ്പോൾ ഈ വന്ദേ ഭാരതിൽ വളരെ ചെറിയ സമയം കൊണ്ട് വളരെ സുഖകരമായി നമുക്ക് ബനിഹാൽ വരെ എത്താം. ബനിഹാൽ ടു ശ്രീനഗർ ഭയങ്കര രസകരമായിട്ടുള്ള റൂട്ടാണ്. ഞാൻ ശരിക്കും പറഞ്ഞ TV-ലും മൊബൈലിലും ഒക്കെയാണ് ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പം നമ്മളിതിലൂടെ ട്രാവൽ ചെയ്യുമ്പം ഈ ഒരു മൊമെന്റ് ശരിക്കും എനിക്കൊരു ഡ്രീം മൊമെന്റ് ആണ്. We are in our dream journey. എന്റെ ബാക്കിൽ എന്താ നോക്കി ഫുള്ള് സ്നോ ആയിട്ട് മൂടിക്കിടക്കുക. ഇത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചതും ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വരെ വന്നത്. നമ്മുടെ ഇന്നത്തെ യാത്ര ഭൂമിയിലെ സ്വർഗത്തിലേക്കാണല്ലോ. പിന്നെ സ്വർഗത്തിലേക്കുള്ള വഴികളൊക്കെ ഇത്ര സുന്ദരമാവാതിരിക്കുവോ? നിങ്ങൾ വേറെ എവിടെ യാത്ര ചെയ്തില്ലെങ്കിലും ഈ ഒരു യാത്ര, അതും വിന്ററിൽ ഈ ഒരു യാത്ര നിങ്ങൾ വൺസ് ഇൻ എ ലൈഫ് എന്തായാലും ചെയ്തിരിക്കണം.
റെയിൽവേ റൂട്ട് കഴിഞ്ഞ വർഷം 2025 ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ജൂൺ 6 ഇനാഗ്രേഷൻ. ജൂൺ 7 മുതലാണ് ഇവിടെ നമുക്ക് റെഗുലർ ആയിട്ടുള്ള വന്ദേ ഭാരത് സർവീസ് സ്റ്റാർട്ടായത്. ഈ വിന്ററിൽ ഇതിന്റെ ആദ്യത്തെ സ്നോ യാത്രയാണ്. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ടിക്കറ്റ് ഓപ്പൺ ആയി അന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇതിൽ ടിക്കറ്റ് പ്രൈസ് വരുന്നത് ഏകദേശം 700-നും 1300-നും ഇടയ്ക്കാണ്. പിന്നെ ഇതിൽ ഡൈനാമിക് പ്രൈസിങ് ആട്ടോ, എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാം. ഇവിടെ ഇപ്പൊ ഈ കൃഷിസ്ഥലങ്ങളെല്ലാം മഞ്ഞു മൂടി കിടക്കുക. ഇപ്പൊ ഇവിടെ കൃഷിയൊന്നുമില്ല. ഇനി ഇവിടെ സമ്മറിലെ കൃഷി ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് വന്ദേ ഭാരതിന്റെ ചെയർകാറിലാണ്. ഇതുവരെ ഞാൻ ഇരുന്നത് ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ എക്സിക്യൂട്ടീവ് കോച്ചിലായിരുന്നു. ഇവിടെ അത്യാവശ്യം കംഫർട്ടബിൾ തന്നെയാണ്. യാത്ര കുഴപ്പമൊന്നുമില്ല, നല്ല സുഖകരമാണ്. യാത്രകളെക്കാളും കൂടുതൽ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ യാത്രകൾ പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. നമുക്ക് അതിനോടൊരു ഇഷ്ടമൊക്കെ തോന്നും. തിരിച്ചു പോകുമ്പോൾ കൂടെ കൂട്ടാനൊക്കെ തോന്നും. ഈ ഒരു കാശ്മീർ ട്രിപ്പിൽ എനിക്ക് അങ്ങനെ ഇഷ്ടം തോന്നിയ ഒന്നാണ് ഈ കാവ. എനിക്ക് മാത്രമല്ല, എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. ഇവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കാവ കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ശ്രീനഗറിൽ നിന്ന് പോകുന്നത് വരെ ഞാൻ ചായയ്ക്ക് പകരം ഈ കാവയായിരുന്നു കുടിച്ചിരുന്നത്. പിന്നെ ശ്രീനഗറിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോഴും ഞാൻ കാവ ഉണ്ടാക്കാനുള്ള പൗഡർ മേടിച്ചിട്ടാണ് വന്നത്. ഈ ഒരു റെയിൽവേ ലൈൻ ഉണ്ടല്ലോ, ഇത് USBRL പ്രൊജക്ടിന്റെ ഭാഗമാണ്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്. ഈ ഒരു റെയിൽ റൂട്ട് വരുന്നതിന് മുമ്പ് കാശ്മീരിലേക്ക് വരാനുള്ള മാർഗം റോഡ്വേസും എയർവേസും ആയിരുന്നു. പക്ഷെ വിന്ററിൽ നല്ല സ്നോ പെയ്യുമ്പോഴും പിന്നെ നല്ല മഴയത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോഴൊക്കെ ഈ റോഡ് ബ്ലോക്ക് ആവും. അതേപോലെ ഫോഗും സ്നോ ഒക്കെ കാരണം എയർപോർട്ടും ക്ലോസ് ആവാറുണ്ട്. അപ്പം ഇങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. നമ്മളിപ്പം ശ്രീനഗറിലേക്ക് അടുക്കാറായി. ഇവിടെ ഇപ്പം മഞ്ഞൊക്കെ കുറച്ച് കുറവാണ്. ഒരാഴ്ച മുമ്പ് വരെ ഇവിടെ നല്ല പോലെ മഞ്ഞുണ്ടായിരുന്നു. നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഈ ഒരു റൂട്ടിന് ടാർഗറ്റ് ആക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിന്റെ സുരക്ഷ ഏറ്റവും പ്രസ്റ്റീജിയസ് ഒന്നായി നമ്മുടെ ഇന്ത്യൻ ആർമിയെ കണക്കാക്കുന്നത് കൊണ്ട് ഈ റൂട്ടിൽ നിങ്ങൾക്ക് അവരുടെ പ്രസൻസ് യാത്രയിൽ ഉടനീളം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എല്ലാ കോച്ചസിലും എല്ലാ ഡോറിന്റെ അടുത്തും ആംഡ് ഫോഴ്സസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കൺമുമ്പിൽ അവർ എല്ലാ സമയത്തും ഉണ്ടാവും. തുടക്കത്തിൽ നമുക്ക് അതൊരു ആശ്ചര്യം അമ്പരപ്പോ ഒക്കെ ഉണ്ടാക്കുമെങ്കിലും പിന്നീട് നിങ്ങൾക്ക് അവരുണ്ടെന്നുള്ളത് ഫീൽ ചെയ്യില്ല. പക്ഷെ നമുക്ക് അവർ തരുന്നൊരു പ്രൊട്ടക്ഷൻ, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. ഹാറ്റ്സ് ഓഫ് ടു ദം. ഇനി മുമ്പോട്ടുള്ള യാത്രയിലും ഇവരുടെ പ്രസൻസ് നിങ്ങൾക്ക് നല്ല പോലെ കാണാൻ സാധിക്കും.
ബട്ട് ബിലീവ് മീ വെൻ ഐ സേ ദിസ്, ഇവരുണ്ടെന്ന് വെച്ചാലും ഇവരൊരു തരത്തിലും നമ്മുടെ യാത്രയോ നമ്മുടെ എൻജോയ്മെൻറ്റിനെയോ ഒന്നിനെയും ബാധിക്കുന്നില്ല. അവരവരുടെ ഡ്യൂട്ടി ഭംഗിയായി നിർവഹിച്ച് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളവരാണ്. ഞങ്ങൾ ശ്രീനഗറിലെത്തി. ഒരുപാട് നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു കാശ്മീർ വരാന്നുള്ളത്. അങ്ങനെ ഇന്ന് അത് സാധിച്ചു. ഞങ്ങളിപ്പോൾ ഉള്ളത് ശ്രീനഗറിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു റൂട്ടിലൂടെ ട്രാവൽ ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.